കൂടെ ഉണ്ടായിരുന്ന പത്നിയായിരുന്നു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ബനിൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പോന്നു. സഹാബത്ത് ബാക്കിയുള്ളവരെല്ലാം ഒന്നിച്ചു വരാൻ അവിടെ നിന്ന് നിർദ്ദേശം കൊടുത്തു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും പാതി വഴിയിൽ ഇറങ്ങിയ നേരത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഇറങ്ങിപ്പോയി. കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു ഒട്ടകക്കട്ടിലയിൽ കയറിയിരുന്നു. അപ്പോഴാണ് തന്റെ കഴുത്തിൽ അണിഞ്ഞ മാല നഷ്ടപ്പെട്ടു വന്ന ബോധം വന്നത്. പ്രിയപ്പെട്ടവരെ, വന്നതറിയാതെ വന്നിരുന്നതറിയാതെ തന്നെ മഹദിയായ ആയിഷ ബീവി ആ കൂരിരുട്ടത്ത് തന്റെ മാലയും തെരഞ്ഞു പോവുകയാണ്. പിന്നീട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രിയിലാണ് യാത്രയുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ ഒട്ടകക്കട്ടിലയിൽ കയറിയിരുന്നു എന്ന് വിചാരിച്ചിട്ട് യാത്രക്കാരി അതാ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പാതി വഴിയിൽ ഉമ്മ ബാക്കിയാവുകയാണ്. അവസാനം യുദ്ധത്തിന്റെ രംഗങ്ങളൊക്കെ നിരീക്ഷിച്ചു വരുന്ന ഒരു സ്വഹാബി പർദ അണിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പാറക്കല്ലിലിരിക്കുന്ന രംഗം കണ്ടപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നു. ഞാൻ ആയിഷയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിന്റെ ഭാര്യയാണെങ്കിലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഉമ്മയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. അതുകൊണ്ട് ഒരു ഭർത്താവ് മരണപ്പെട്ടാലും, പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇദ്ദ കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള അനുമതിയുണ്ട്. അത് അനുമതിയില്ലാത്ത ഭാര്യമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. കാരണം അവർ നമ്മുടെ ഉമ്മമാരാണ്, ലോകത്തിന് ഉമ്മമാരാണ് അവർ. ഉമ്മമാരെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അങ്ങനെയാണെങ്കിലും അന്യ പെണ്ണിന്റെ സ്ഥാനത്ത് തന്നെ അവരെ കാണണം. അതിലൂടെയാണ് സമൂഹത്തിന് അച്ചടക്കം ഖുർആൻ പഠിപ്പിച്ചത്. നബി തങ്ങളുടെ വീട്ടിലേക്കോ മറ്റു വീടുകളിലേക്കോ ഭക്ഷണത്തിന് പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് വിഷമമില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകണമെന്ന് നബി തങ്ങൾ നിർദ്ദേശിക്കുമായിരുന്നു. ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുന്ന രണ്ട് ഭാര്യമാരോട് ഇഹ്തജിബാമിൻ, അതാ ഇബ്നു ഉമ്മി മക്തൂം കയറി വരുന്നു, മാറി നിൽക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, നബിയേ, നബിയെ, അലൈസ ഹുവ അഅമ, അദ്ദേഹം അന്ധനല്ലയോ? കണ്ണില്ലാത്ത ആ മനുഷ്യൻ ഞങ്ങളെ എങ്ങനെ കാണാനാണ്? ആ സമയത്ത് റസൂലുള്ള ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കാണാൻ പറ്റുമല്ലോ, അതും നിഷിദ്ധമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അച്ചടക്കവും മര്യാദയും ഇസ്ലാമിന്റെ നിയമങ്ങളും മഹാന്മാരായ മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനിലൂടെയാണ് ലോകത്ത് അല്ലാഹു തആല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടുവരുന്നത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യുദ്ധം കഴിഞ്ഞ് മറ്റൊരാൾ, അന്യനായ ഒരാളുടെ കൂടെ വന്നിട്ടിറങ്ങുന്ന രംഗം ഖുറൈശികളായ പല ആളുകളും കണ്ടുപോയി. രാവിലെ ഇങ്ങനെ പുട്ടും കടലയൊക്കെ തിന്നാൻ വേണ്ടി നമ്മൾ കടയിൽ വരുമല്ലോ, എല്ലാ നാട്ടിലുണ്ട് ഒരു ചായ മക്കാനി അല്ലേ? എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു ചായ ഒരു പുട്ടുമൊക്കെ അങ്ങോട്ട് തിന്നും. അമേരിക്ക വൈറ്റ് ഹൗസ് മുതൽ നമ്മളെ കൊല്ലൂർ വിളയിലുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ ചർച്ചയാണ്. ഏത് നാട്ടിലും അങ്ങനെ തന്നെയാണ്. അത് ചിലപ്പോൾ പള്ളിയിലെ ഇമാം വരും, സദർ വരും, ഉസ്താദ് വരും, അതുപോലെ ഫിഫ വരും. ലോകത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ചർച്ചയാണ്. ഇതുപോലെ സ്റ്റേജ് കെട്ടി അഭിപ്രായം പറയാൻ കഴിയാത്ത എന്നാൽ നല്ല ബുദ്ധിയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെയൊക്കെ ആ കമന്റുകൾ പ്രിയപ്പെട്ടവരെ പാസ്സാക്കുന്നത് അവിടെ നിന്നാണ്.
ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇതുപോലെ ഒരു ചായ മക്കാനിയിൽ ഖുറൈശികൾ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു അന്യ മനുഷ്യന്റെ കൂടെ പ്രിയപ്പെട്ടവരെ സഞ്ചരിക്കുന്നത്. ഈ രംഗം അവർ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ മദീനയിൽ വന്നിറങ്ങുകയാണ്. ഖുറൈശികൾ വല്ലാതെ അമ്പരന്നു പോയി. അന്യപുരുഷന്മാര് തമ്മിൽ, സ്ത്രീ പുരുഷന്മാര് തമ്മിൽ കാണാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദിന്റെ സ്വന്തം ഭാര്യയായ യുവതിയായ ഭംഗിയുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വേറെ ഒരാളുമായി ഒപ്പം സഞ്ചരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രചണ്ഡമായ പ്രചരണത്തിലൂടെ അഹ്ലു ബൈത്തിനെ താറടിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ശത്രുക്കൾക്ക് എപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് പിടിക്കാൻ കിട്ടിയാൽ അതും വലങ്ങ് കേറി കത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത ഈ സാഹചര്യത്തിൽ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ഘട്ടം ഘട്ടമായ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദീനിലേക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് അറഫാ മൈതാനിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ആദം നബി തുടങ്ങി വെച്ച ദീനിന്റെ പൂർത്തീകരണം ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച അറഫാ ഭൂമിയിൽ ഈ പ്രസംഗത്തിന്റെ ഓഡിയൻസ് 1,24,000 സ്വഹാബത്തായിരുന്നുവെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ആ സ്വഹാബികൾ എവിടെയാണ്? ജന്നത്തുൽ ബഖീഇലുണ്ടോ 1,24,000 സ്വഹാബികൾ? ജന്നത്തുൽ മുഅല്ലയിലുണ്ടോ പ്രിയപ്പെട്ടവരെ 1,24,000 സ്വഹാബികൾ? ഈ സ്വഹാബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അഷ്ടദിക്കുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് പോയി. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ മാലോകരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് 1,24,000 സ്വഹാബത്തിന് ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണം. ജോർഡാനിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു പോയപ്പോൾ അവിടെയും കണ്ടു ഒരു സ്വഹാബി, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്? പ്രിയപ്പെട്ടവരെ, നബി തങ്ങളെ തന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ പിതാവാണെന്ന് നോക്കാതെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കേറി ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിതാവിന്റെ ശിരസ്സെടുത്തുകൊണ്ട് വാളിൽ കുത്തിപ്പിടിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്ന സ്വഹാബിയാണ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്തപ്പോൾ ചിന്തിച്ചുപോയി, ഈ ജോർഡാനിലെ ഈ വിശാലമായ മരുഭൂമിയിൽ ഈ അബൂ ഉബൈദ എത്തിയത് എങ്ങനെയായിരിക്കും? ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. എന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ട നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിച്ചപ്പോൾ കേരളക്കരയിലും വന്നു മഹാന്മാരായ സ്വഹാബത്ത് 10 ആളുകൾ. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ വന്നു. ഞാനിപ്പോൾ അതിലേക്ക് പോവുകയല്ല. ഈ സ്വഹാബികൾ 1,24,000 സ്വഹാബികൾ അറഫാ മൈതാനിയിൽ റസൂലുള്ളാഹിയോടൊപ്പം ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിന്റെ എണ്ണം നാം മനസ്സിലാക്കേണ്ടതാണ്. ആ സ്വഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സന്തത സഹചാരികളായി സഹയാത്രികരായി ജീവിച്ച പല സ്വഹാബികളും റസൂലുള്ളാഹിന്റെ ഭാര്യയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ആരോപണം ഉന്നയിക്കപ്പെട്ട സമയത്ത് അന്താളിച്ചു നിൽക്കുകയാണ്. എന്താ? ഓരോ ദിവസവും ഇങ്ങനെ ഇസ്ലാം പടർന്നു പന്തലിക്കുകയാണ്. ശത്രുക്കളുടെ മനസ്സിൽ വല്ലാതെ വിഷമവും പ്രയാസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് നേതൃത്വം നൽകുന്ന ഓരോരുത്തരും മുഹമ്മദിന്റെ അനുയായികളായി മാറുകയാണ്.
ഉഹദ് യുദ്ധരണാങ്കളത്തിൽ ശത്രുവായിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പിന്നീട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പോരാളിയായി മാറുകയാണ്. ബദർ യുദ്ധരണാങ്കളം നടക്കുമ്പോൾ തന്റെ മകളായ സൈനബ ബീവിയെ വിവാഹം ചെയ്ത മരുമകൻ പോലും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ശത്രുപാളയത്തായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് പിന്നീട് ഇസ്ലാം വളർന്ന് വലുതാകുന്നത്. അബൂജഹല് എന്ന നബിതങ്ങൾ പേരിട്ട അബൂജഹലിന്റെ മകൻ ഇക്രിമ പോലും റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലി വാഴ്ത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഇസ്ലാം പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഉഹദ് യുദ്ധരണാങ്കളത്തിൽ നബിതങ്ങൾ കൊല്ലപ്പെട്ടു വന്ന് ഇസ്ലാമിന്റെ ശത്രു പ്രചരണം നടത്തിയപ്പോൾ നബിതങ്ങൾ വഫാത്തായെങ്കിൽ പിന്നെന്തിനാണ് യുദ്ധമെന്ന് പ്രചരിപ്പിച്ചിട്ട് മുസ്ലിമീങ്ങളിൽ തന്നെ ഒരു വിഭാഗം മുനാഫിക്കുകൾ പ്രിയപ്പെട്ടവരെ യുദ്ധത്തിന്റെ രംഗം അങ്ങ് മോശമായി വഷളായി തീരുന്നതിന് വേണ്ടി പ്രചരണം നടത്തിയിട്ട് കുറെ ആളുകൾ അങ്ങ് ഓടിപ്പോയി. അതിന്റെ കൂട്ടത്തിൽ സ്വഹാബത്തും ഓടി. അപ്പോഴാണ് നബിതങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയത്. റസൂലുള്ളാഹിന്റെ കൂടെ വളരെ കുറച്ചാളുകൾ മാത്രമുണ്ടായിരുന്ന സമയത്ത് കുറെ സ്വഹാബികൾ പ്രിയപ്പെട്ടവരെ ഓടിപ്പോയ രംഗം അത് മുതലെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉഹദിന്റെ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കാൻ പറഞ്ഞ കുറെ സ്വഹാബത്തിനെ കൂട്ടത്തോടെ വന്ന് അവര് കശാപ്പ് ചെയ്യുകയായിരുന്നു. ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടമായി. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ എളാപ്പയായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് അവിടുത്തെ കരള് പിടിച്ച് പറിച്ചെടുത്തിട്ട് നാവിൽ ചവച്ച് പ്രിയപ്പെട്ടവരെ തുപ്പിയത് വഹ്ശി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിരോധിയായിരുന്നു. ആ വഹ്ശി പോലും വഹ്ശി എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ഒരു മടിയും കൂടാതെ ചൊല്ലേണ്ടതാണ്. ആ വഹ്ശി പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന രംഗമുണ്ടായി. ഇതാണ് ഞാൻ പറഞ്ഞത്, യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഓരോരോ ദിവസങ്ങളും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഹഠാത് ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോ ശത്രുക്കളുടെ മനസ്സുകളിൽ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പേടിയും വിഷമവുമാണ്. അതുകൊണ്ട് മുഹമ്മദിനെ പിടിച്ചു കെട്ടാൻ കിട്ടുന്ന ആയുധങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അവർ മനസ്സിലാക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ടവരെ ബനിൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു അന്യനായ ഒരാളോടൊപ്പം സഞ്ചരിച്ച ഈ ഒരു ഘട്ടം കണ്ടപ്പോൾ അവര് നാട് മുഴുക്കയും ഇതങ്ങ് പ്രചരണം നടത്തി. യുദ്ധത്തിന്റെ മറവിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നത് മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷയാണെന്ന് പ്രിയപ്പെട്ടവരെ പ്രചരണം നടത്തുകയാണ്. അല്ലെങ്കിൽ മുഹമ്മദ് പറയണം, അന്യ ആളുകളോടൊപ്പം ആയിഷ എന്തിന് സഞ്ചരിച്ചു എന്ന് മറുപടി പറയണം. ഇതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ച ചോദ്യം. പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ഇങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? എന്തൊരു കാര്യം പറയുമ്പോഴും വിശുദ്ധമായ ഖുർആനാണ് നബിതങ്ങളെ ആശ്വസിപ്പിച്ച് മറുപടി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങള് വിചാരിക്കുകയാണ്. അങ്ങനെയല്ലേ ഒരു ഭാര്യയെ കുറിച്ച് ആരോപണം ഉണ്ടാകുമ്പോ ഭർത്താവ് എന്താ പറയാ? എന്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യൂല, അവള് നല്ല കുട്ടിയാണ്, അവള് നല്ല പെണ്ണാണ്, എനിക്ക് എത്രയോ കാലം കൊണ്ട് അറിയാവുന്നവളാണ് എന്ന് അവരുടെ ചാരിത്ര ശുദ്ധിയെ കെങ്കേമമായി സംസാരിക്കും ഒരു ഭർത്താവ്. അത് സ്നേഹമുള്ള ഒരു ഭർത്താവിന്റെ അടയാളമാണ്. ഇത് സ്വാഭാവികമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾക്ക് മുഹമ്മദിന്റെ ഖുർആൻ പറയണം. പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ അങ്ങ് വല്ലാതെ വിഷമിച്ചു പോയി. എന്താണത് പറയാനുള്ള കാരണം? നബിതങ്ങൾക്ക് വിഷമിക്കാൻ കാരണമുണ്ട്. കാരണം ഒരു സ്വഹാബി മുമ്പിൽ നടന്നപ്പോഴാണ് 2 ദിവസങ്ങൾക്ക് മുമ്പിൽ ആയത്തിറങ്ങിയത്. ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. നിങ്ങൾ നബിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നബിതങ്ങളെ ഓവർടേക്ക് ചെയ്യരുത്. എന്താ കാര്യം? നബിയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്വഹാബി അല്പം മുമ്പിൽ കാല് മുന്നിൽ വെച്ചിട്ട് നടന്നുപോയി. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം.
വേറെ ഒരു സ്വഹാബി ഒച്ചത്തിൽ സംസാരിച്ചപ്പോഴാണ് അടുത്ത ആയത്ത് അവതരിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബാലികും ലിബാലിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോയാൽ, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന രൂപത്തിൽ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഉച്ചത്തിലായി പോയാൽ നിങ്ങളറിയാതെ ചെയ്തു പോയ അമലുകൾ മുച്ചൂടമായി നശിച്ചു പോകും, പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ നിമിഷങ്ങളിലും മുഹമ്മദിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിശുദ്ധമായ ഖുർആൻ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. മക്കക്കാര് മാത്രമല്ല, അനുയായികൾ മാത്രമല്ല, മുഹമ്മദിനെ പടച്ചവനും കൈവിട്ടു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവതരിക്കുന്നില്ല. ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, മൂന്നാഴ്ചയല്ല, കൃത്യമായി 44 ദിവസം ഖുർആൻ ഇടവേളയുണ്ടായി. പിന്നീട് സൂറത്തുന്നൂർ ആരംഭിച്ചു. സൂറത്തുന്നൂർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ആരോപണത്തിന്റെ മറുപടിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന ആയത്തുകൾ മാത്രം. പ്രിയപ്പെട്ടവരെ, സൂറത്തുന്നൂറിന്റെ ഒരുപാട് ഭാഗങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ആയിഷ ബീവിയെ കുറിച്ചുള്ള ആരോപണം വന്ന് ഖുർആൻ വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായി. നബി തങ്ങൾക്ക് എന്തൊന്നില്ലാത്ത ഒരു മൗനമാണ്. മരണവീട്ടിൽ ചെന്ന ഒരു പ്രതീതിയാണ്. മദീനയിൽ ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ റസൂലുള്ള ക്ലാസ് കഴിയുന്നു, വീട്ടിൽ പോകുന്നു, ജമാഅത്ത് കഴിയുന്നു, വീട്ടിൽ പോകുന്നു. ആരോടും ഒരു സമ്പർക്കമില്ല. പ്രിയപ്പെട്ടവരെ, കുശലാന്വേഷണമില്ല, വർത്തമാനങ്ങൾ പറയാനിരിക്കുന്ന രംഗമില്ല. എന്തോ ഒരു മൂകത പോലെ. അപ്പോഴാണ് രണ്ടാമത്തെ ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സമീപിക്കുന്നു. നബിയെ, എന്തൊന്നില്ലാത്ത ഒരു മൂകതയുണ്ടല്ലോ, എന്തുപറ്റി? അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ കേട്ടില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ആരോപണം ഇപ്പോൾ ഖുറൈശികൾ ആഘോഷിക്കുകയാണ്. ഇതിനു മറുപടി പറയാൻ എന്താണ്? ഖുർആൻ അവതരിക്കട്ടെ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നിങ്ങളുടെ ആയിഷ എന്നല്ല, നബി തങ്ങൾക്ക് ഭാര്യയായി അല്ലാഹു നൽകിയിട്ടുള്ള ഒരൊറ്റ ഭാര്യമാരും വ്യഭിചരിക്കുകയില്ല നബിയേ. ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഉമറേ, നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ യാത്രയിൽ സാക്ഷിയായിട്ടുണ്ടോ? ഇല്ലാതെ പിന്നെ നിങ്ങൾ ഇത്ര ഉറപ്പോടെ സംസാരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴാണ് പറയുന്നത്, നബിയേ, ഞങ്ങളുടെയൊക്കെ ശരീരത്തിലിരിക്കുന്ന ഈച്ച നിങ്ങളുടെ ശരീരത്തിലിരിക്കാതെ വന്നപ്പോ ഞാൻ ഒരിക്കൽ ചോദിച്ചില്ലേ, എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രാണികൾ ഇരിക്കുന്നില്ല? അതിന് നിങ്ങൾ എനിക്ക് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് എൻ്റെ ഗവേഷണം, ആ മറുപടിയിലാണ് എൻ്റെ ചിന്ത, ആ മറുപടിയാണ് നിങ്ങൾക്കുള്ള മറുപടി, ആ മറുപടിയാണ് ശത്രുക്കൾക്കുള്ള മറുപടി. അതാണ് ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള മറുപടി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അന്ന് നിങ്ങൾ എനിക്ക് നൽകിയ മറുപടി എന്തായിരുന്നു? അതാ, എൻ്റെ ശരീരത്തിലിരിക്കുന്ന ഈച്ചയിൽ എവിടെയെങ്കിലും വല്ല അശ്ലീലവും ഉണ്ടെങ്കിൽ, നരസുണ്ടെങ്കിൽ, വൃത്തികേടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലായി പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് ഒരിക്കലും തന്നെ എൻ്റെ ശരീരത്തിൽ ഈച്ചയിരിക്കേണ്ട, പ്രാണി ഇരിക്കേണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചു പോയെന്നല്ലേ നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞത്? ഇത്രത്തോളം നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുന്ന പടച്ച തമ്പുരാൻ നിങ്ങൾക്കൊരു ഭാര്യയെ നൽകുമ്പോൾ അത് വ്യഭിചാരിയാണോ അല്ലയോ എന്ന് വിലയിരുത്തപ്പെടാതെ പോകുമോ നബിയേ?
അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവാചകനെ കുറിച്ച് ഒരു ആരോപണം വന്നപ്പോൾ അനുയായികൾ പ്രിയപ്പെട്ടവരെ അത് കൈകാര്യം ചെയ്യുന്ന രംഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവര് കണ്ടിട്ടല്ല, അവര് കണ്ടുകൊണ്ടല്ല ഈ മറുപടി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം നെഞ്ചിലേറ്റിയ സ്വഹാബത്ത് പ്രിയപ്പെട്ടവരെ അവിടെ മഹാനവറുകളെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി കിട്ടുന്ന തെളിവുകൾ ഗവേഷണം നടത്തുകയാണ്. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നീട് ആ വഴിയിലേക്ക് കടന്നു വരുന്നത് മൂന്നാമത്തെ ഖലീഫയാകാൻ ഭാഗ്യം ലഭിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമയെന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഖലീഫയാകാൻ ഭാഗ്യം ലഭിച്ചയാളാണ്. ഓരോരുത്തർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. നബിയേ, എന്താ ഒരു മൗനം, എന്താ ഒരു വല്ലായ്മ, ഒരു മൂകത, ഒരു മരണ വീട്ടിലെ പ്രതീതി, എന്ത് സംഭവിച്ചു? അപ്പോഴാണ് പറയുന്നത് ആയിഷ ബീവിയെ കുറിച്ച് ആരോപണം പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗവേഷണം. ആയിഷ ബീവി വ്യഭിചരിക്കുമെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും വിചാരിക്കുമോ, ചിന്തിക്കുമോ, ആരോപിക്കുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, നബിയേ, ഞങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ നിഴല് കണ്ടില്ലേ നിങ്ങൾക്ക് നിഴൽ കാണുന്നില്ല. സൂര്യപ്രകാശത്തിൽ നടക്കുമ്പോഴും ചന്ദ്രപ്രകാശത്തിൽ നടക്കുമ്പോഴും നിങ്ങൾക്ക് നിഴലില്ലല്ലോ. എന്തുകൊണ്ട് നിഴലില്ലെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ച ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ മറുപടിയാണ്, എനിക്ക് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാനല്ലേ പറ്റൂ, എൻ്റെ നിഴലിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ നേരിൽ ജനങ്ങൾ ചെവിട്ട്, അതാ ചെരുപ്പിട്ട് ചവിട്ടാൻ സാധ്യതയുണ്ട്, കാലുകൊണ്ട് ചവിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നല്ല വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ നിഴൽ അഴുക്കുചാലിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ തീരുമാനിച്ചു, എനിക്ക് നിഴൽ വേണ്ട. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം നോക്കൂ സഹോദരങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവേഷണം ചെയ്യുന്നു. നിങ്ങളുടെ ആയിഷ ബീവി എന്നല്ല, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഭാര്യമാരും വ്യഭിചാരിയല്ലെന്ന് ഞാൻ പറയാനുള്ള എൻ്റെ തെളിവ് ഇതാണ്. നിങ്ങൾക്കൊരു കോട്ടവും പറ്റാത്ത നിന്റെ നിഴല് പോലും മറ്റുള്ളവർ ചവിട്ടിപ്പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് വേണ്ടെന്ന് വച്ച പടച്ച തമ്പുരാൻ നിങ്ങൾക്കൊരു വിവാഹം നടത്താൻ നിർദ്ദേശിക്കുമ്പോ ആയിഷ ബീവിയുടെ ചാരിത്ര ശുദ്ധിയെക്കുറിച്ച് അന്വേഷിക്കാതെ പോകുമോ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഞാനൊരു ഭാര്യയെ വിവാഹം ചെയ്തിട്ടുണ്ടോ, ഞാൻ എൻ്റെ മകളെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഖദാണ്, അല്ലാഹുവിൻ്റെ തീരുമാനമാണ്, അല്ലാഹുവിൻ്റെ അറിയിപ്പും അനുമതിയോടുകൂടെയുമല്ലാതെ ഞാനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ നബിയേ? അതുകൊണ്ട് ആയിഷ ബീവിയെ കുറിച്ച് അല്ലാഹു ചിന്തിക്കാതെ പോകുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആയിഷ ബീവി എന്നല്ല, എല്ലാ ഭാര്യമാരും ചാരിത്ര ശുദ്ധിയുള്ളവരാണെന്ന് ഉറപ്പിച്ചു തറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദുന്നൂറൈനി, രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന സ്ഥാനപ്പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? നബി തങ്ങളുടെ ഒരു മകളായ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷം അവൾ മരണപ്പെട്ടു പോയപ്പോൾ ഉമ്മു കുൽസൂമിനെ കൂടി വിവാഹം ചെയ്തു കൊടുത്ത മഹാൻ
അഥവാ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രവാചകന്റെ 2 മകളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ച ലോകത്ത് ഒരേ ഒരു നേതാവേ ഉള്ളൂ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ദുന്നൂറൈനി എന്ന ഈ ഒരു പദപ്രയോഗത്തെ മഹാനായ ചരിത്രത്തിന്റെ കുലപതിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു 3 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾക്ക് ദുന്നൂറൈനി എന്ന് പേര് കിട്ടാൻ കാരണം ഒരു പ്രവാചകന്റെ 2 മക്കളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ച ആള്. മറ്റൊന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും അതിന് ശേഷവും പ്രിയപ്പെട്ടവരെ വൃത്തികേടുകളിൽ നിന്ന് മാറി നിന്ന നേതാവായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതിനു മുമ്പും ബിംബാരാധനയില്ല, അതിനു മുമ്പും വ്യഭിചാരമില്ല, അതിനു മുമ്പും കള്ളുകുടിയില്ല, അതിനു മുമ്പും പ്രിയപ്പെട്ടവരെ കൊലപാതകമില്ല. ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ ശേഷവുമില്ല, മുമ്പുമില്ല. ഈ നിലക്ക് 2 ജീവിതവും ഒരുപോലെ മേടിച്ച മഹാൻ അവരാണ് മുഖ്തറമീങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കാരണം ദുന്നൂറൈനി എന്ന് 2 പ്രകാശത്തിന്റെ ഉടമ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരേ ഒരു നിസ്കാരത്തിൽ ഒരേ ഒരു റക്അത്തിൽ പ്രിയപ്പെട്ടവരെ 6666 സൂക്തം അഥവാ വിശുദ്ധമായ ഖുർആൻ മുഴുവനായി ഖത്മു തീർക്കുന്ന മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒറ്റ റക്അത്തെ വിത്ർ നിസ്കരിക്കുള്ളൂ. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പോൾ നാളെ മുതൽ നമുക്ക് മൂപ്പര മദ്ഹബുകാരനാവാം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതിയല്ലോ. പക്ഷെ മൂപ്പര നിസ്കാരം എങ്ങനെയായിരുന്നു കൂടി കേൾക്കണം നമ്മൾ. മഹാനവറുകൾ ഒറ്റ റക്അത്ത് കൊണ്ട് ഖുർആൻ മുഴുവനായി ഖത്മു തീർത്ത് നിസ്കാരത്തിൽ നിന്ന് വിത്റിൽ നിന്ന് സലാം വിട്ടുമ്പോൾ സുബഹിയുടെ ബാങ്ക് കേൾക്കുന്ന അവസ്ഥയാണ്. വിത്ർ നിസ്കാരം അത് ചെറിയൊരു നിസ്കാരമല്ല. പല സാധാരണക്കാരും എന്ത് ചെയ്യും? സുന്നത്തൊക്കെ നിസ്കരിക്കും, ചോറിന് മുമ്പുള്ള നിസ്കരിക്കും, ശേഷമുള്ള നിസ്കരിക്കും. പക്ഷെ ചില ആളുകൾ വിത്ർ നിസ്കരിക്കാറില്ല. യഥാർത്ഥത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം വിത്റാണ്. ഇത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? മൻസൂർ ഉസ്താദ് പറയണത് ഇത് വിത്ർ എന്ന് പറയുന്നത് റമദാനിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫയിൽ പറഞ്ഞു, ഒരു റക്അത്ത് വിത്റിന് 2 റക്അത്ത് തഹജ്ജുദിനേക്കാൾ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു റക്അത്ത് വിത്റിന് പാതിരാ സമയത്ത് സുബഹിയുടെ മുമ്പ് നിസ്കരിക്കുന്ന തഹജ്ജുദിനേക്കാൾ കൂലിയാണെന്ന് പ്രിയപ്പെട്ടവരെ ആരാ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തി. അപ്പോൾ വിത്ർ നമ്മൾ നിസ്കരിക്കണം. ഒരു റക്അത്ത് ചുരുങ്ങിയ നിസ്കരിക്കണം, 3 റക്അത്തെങ്കിലും നിസ്കരിക്കണം. വിത്ർ എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റയാണല്ലോ. ഇനിയിപ്പോൾ ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ തഹജ്ജുദിന്റെ കൂടെയും വിത്റിനെ കരുതിയാൽ 2 കൂലി ലഭ്യമാണ്. അങ്ങനെയുണ്ട്. ശാഫിഈ മദ്ഹബ് പ്രകാരം വിത്ർ എന്ന് പറയുന്ന ഒറ്റയാകണമെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒറ്റ എപ്പോ സംഭവിക്കാം? ആദ്യത്തിൽ സംഭവിക്കാം, മധ്യത്തിൽ സംഭവിക്കാം, അവസാനത്തിൽ സംഭവിക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. അതാണ് മദ്ഹബിലെ മുഅ്തമദ്. തർശീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എല്ലാ മിക്ക ദിവസങ്ങളിലും ഒരു റക്അത്ത് കൊണ്ട് ഖത്മു തീർക്കുന്ന മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതാ നിസ്കാരമാണ് പ്രിയപ്പെട്ടവരെ വിത്ർ നിസ്കാരം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗം സുനിശ്ചിതമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ 12 റക്അത്ത് നമ്മൾ ആരൊക്കെ നിർവഹിക്കാറുണ്ട്? ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്, ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ദുഹറിന്റെ ശേഷം 2 റക്അത്ത്, പിന്നെ മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശായിന് ശേഷം 2 റക്അത്ത്. ഈ 12 റക്അത്ത് മുടങ്ങാതെ നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗം സുനിശ്ചിതമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ റക്അത്ത് കൊണ്ട് തന്നെ ഖത്മുൽ ഖുർആൻ നടത്തുന്ന മഹാനാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ദുന്നൂറൈനി എന്ന് പേര് കിട്ടിയത് എന്ന വീക്ഷണവും മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഇസ്ഹാഖ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂഖതയിൽ ഇരിക്കുന്ന നബി തങ്ങളുടെ വിഷമം അകറ്റാനും പ്രയാസമില്ലായ്മ ചെയ്യാനും വന്നത് അവിടുത്തെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെങ്കിൽ, മൂന്നാമതായി വന്ന ഒരു സ്വഹാബിയുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മരുമകനായി പിന്നീട് നബി തങ്ങൾ കണ്ടെത്തിയ മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. 4ാമത്തെ ഖലീഫയാകാൻ ഭാഗ്യം ലഭിച്ച മഹാനവറുകൾ. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ട മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയേ, നിങ്ങൾക്ക് എന്താ ഒരു വിഷമം, എന്താണ് ഒരു പ്രയാസം? അപ്പോഴാണ് പറയുന്നത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ വല്ലാതെ ആഘോഷിക്കുകയാണല്ലോ, അല്ലാഹുവിന്റെ വഹി ഒന്നിറങ്ങട്ടെ എന്ന കാത്തിരിപ്പിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു നേതാവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന്, ഒരു നേതാവിനെതിരെ ആരോപണം പറഞ്ഞ് പരത്തുമ്പോൾ എങ്ങനെയാണ് അനുയായികളുടെ നിലപാടെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ സംഭവം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ ഭാര്യ ഒരു ഭാര്യമാരും വ്യഭിചരിക്കുകയില്ല എന്നതിന് എനിക്ക് തെളിവ് പറയാനുള്ളത് മറ്റൊന്നാണ്. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന്ന് നബി തങ്ങളുടെ മരുമകനാകാൻ പ്രായമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതെന്താണ് നിങ്ങൾക്ക് പറയാനുള്ള തെളിവ്? ഞാൻ നിങ്ങളോടൊപ്പം ഇശാ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കാരത്തിനിടയിൽ അവിടുത്തെ ചെരുപ്പങ്ങ് അഴിച്ചു വെച്ചു. ഞാൻ ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോൾ നിസ്കാരത്തിൽ ചെരുപ്പിട്ട് നിസ്കരിക്കുന്നയാള് അതിന്റെ പാതിയിൽ ഇതുപോലെ അഴിച്ചു വെക്കണമെന്ന നിയമം ഞങ്ങൾക്കുമുണ്ടോ നബിയേ? അതല്ല, നിങ്ങൾക്ക് മാത്രമുള്ളതാണോ? അല്ലെങ്കിൽ അവിടുന്ന് ചെരുപ്പഴിച്ചു വെക്കാനുള്ള കാരണമെന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ചില സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള നിയമമാണെന്നാണ് അതിന് എനിക്ക് മറുപടി പറയാനുള്ളത്. അഥവാ നിസ്കരിക്കുന്ന സമയത്ത് മാലാക്കയായ ജിബ്രീൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചെരുപ്പിന്റെ അടിയിൽ നരസുണ്ട്, അത് അഴിച്ചു വെക്കണം. അപ്പൊ നിങ്ങളുടെ സംശയം എന്താണ്? അപ്പൊ മുമ്പുള്ള നിസ്കാരത്തെ കുറിച്ച് അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാൻ ആ ചെരുപ്പ് അഴിച്ചു വെച്ചു. നരസുള്ള ചെരുപ്പുമായി പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ പാടില്ല. അതോടെ ചെരുപ്പിന്റെ നരസ് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഖബറുകൾ നിസ്കരിക്കുമ്പോൾ ചെരുപ്പിന്റെ വാറിന്റെ മുകളിൽ ചവിട്ടിക്കേറി നിസ്കരിക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒരു മുസല്ലയിൽ നിസ്കരിക്കുകയാണ്. അപ്പൊ ആ മുസല്ലയിൽ ഒരു നരസുണ്ട്. ഉദാഹരണത്തിന് പല്ലിക്കാഷ്. നമ്മൾ അതിന്റെ മേലെ കൈകുത്താൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞുകൊണ്ട് നരസുമായി ബന്ധപ്പെടാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നരസുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അത് നരസാണെന്ന കാര്യം അയാൾക്ക് അറിവില്ലായിരുന്നു, പിന്നീട് പഠിച്ചു. എന്നാലും നിസ്കാരം മടക്കണം.
പക്ഷെ ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഓരോരോ നിയമങ്ങളും പുതുതായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്തങ്ങ് ചെരുപ്പങ്ങ് അഴിച്ചു വച്ചു. ഇതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഗവേഷണം, സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ശരീരത്തിലല്ല, വസ്ത്രത്തിലല്ല, നിങ്ങൾ ചെരുപ്പിന്റെ മുകൾ ഭാഗത്തുമല്ല, സാധാരണയിൽ സംഭവിക്കാറുള്ള ചെരുപ്പിന്റെ അടിയിൽ നരസുണ്ടെന്ന കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മാലാഖയാണ്. ഇത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ഒരു ചെരുപ്പിന്റെ അടിയിലുള്ള നരസ് പോലും കൃത്യമായി വീക്ഷിക്കുകയും അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന പടച്ച തമ്പുരാൻ നിങ്ങൾക്കൊരു ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോൾ ആ പെണ്ണിന്റെ ചാരിതാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിക്കാതെ വരുമോ? അതുകൊണ്ട് ആയിഷയെന്നല്ല, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ഭാര്യയും വ്യഭിചരിക്കുകയില്ല നബിയേ, അവര് സംശുദ്ധ വനിതകളാണെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്, ആമിനൂ കമാ ആമനന്നാസ്. അന്നാസാകുന്ന സ്വഹാബത്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നാം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം. നബി തങ്ങൾ വഫാത്തായി പോയി എന്ന് പറഞ്ഞപ്പോൾ ബോധരഹിതരായി ദിവസങ്ങളോളം കടന്ന സ്വഹാബത്തുണ്ട്. അത് കേൾക്കാനും അത് താങ്ങാനും പറ്റാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി എന്നറിഞ്ഞപ്പോൾ നബിയില്ലാത്ത ദുനിയാവ് എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ കരിങ്കല്ലിന്റെ ചീളെടുത്തിട്ട് കണ്ണിൽ കുത്തി ആ കണ്ണ് പ്രിയപ്പെട്ടവരെ പൊട്ടിച്ചു കളഞ്ഞ സ്വഹാബത്തുണ്ട്. നിങ്ങളാലോചിച്ചു നോക്കും, മഹബത്തിന് അതിർവരമ്പ് കെട്ടാൻ വരുന്ന വഹാബികൾ ഇതൊന്ന് കേട്ടിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗവും പ്രേമവും സ്നേഹവും പറയുമ്പോൾ ഇതെന്തൊരു പ്രേമമാണെന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പരാതി പറയുകയാണ്, നബിയേ, എനിക്ക് വീട്ടിൽ പോകുമ്പോൾ വല്ലാത്ത വിഷമമാണ്. എന്താ വിഷമം? നിങ്ങളെ കാണാത്തതിലുള്ള വിഷമം, എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണമെന്ന വിഷമമാണ്. നിങ്ങളെ കാണാത്തതിന്റെ പ്രയാസം എന്നെ മാനസികമായി വല്ലാതെ അലട്ടുന്നു. ഇന്ന് ഞാൻ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ചിന്തിച്ചുപോയി, എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കാണാൻ ഇന്ന് നിങ്ങൾ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ നബിയേ. അങ്ങയുടെ വഫാത്തിന് ശേഷം അങ്ങയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുള്ള മാർഗം എന്താണ്? ആഖിറത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മർത്തബ എവിടെയാണ് നബിയേ? ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ ചൊല്ലേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ പ്രവാചകനായ മുഹമ്മദ് നബി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അർ-റഫീഖൽ അലാ. അല്ലാഹുവേ, നിന്റെ അരികിലുള്ള ഉന്നതമായ പദവിയാണ് എനിക്ക് ആവശ്യം. ഈ ദുനിയാവാണോ നിങ്ങൾക്ക്? ദുനിയാവിലുള്ള ജീവിതമാണോ വേണ്ടത്? റഫീഖുൽ അലയാണോ വേണ്ടതെന്ന് മാലാഖയായ ജിബ്രീൽ എന്റെ ഇഷ്ടം തേടി വന്നപ്പോൾ ഞാൻ അവിടെന്ന് പറഞ്ഞത് റഫീഖൽ അലാ, റഫീഖുൽ അലയാണ്. ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് സഹോദരങ്ങളെ. ലോകത്ത് വേറെ ആര് മരണപ്പെടുമ്പോഴും ചൊല്ലേണ്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഈ സ്വഹാബി ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ റഫീഖുൽ അലയിൽ നിലകൊള്ളുമല്ലോ, സാധുക്കളായ ഞങ്ങൾ അങ്ങയെ കാണുന്നത് എങ്ങനെയാണ്? അതിന്റെ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൻത മഅമൻ അഹ്ബബ്ത, ആരെ സ്നേഹിച്ചാലും അവരോടൊപ്പം സ്വർഗം പുൽകാമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതം, ഇതാണ് സ്വഹാബത്തിന്റെ അനുരാഗം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ നിങ്ങൾക്ക്? ആരാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു? അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത ആളാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അസ്മാ ബീവി ആരാണെന്നറിയുമോ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. വളരെ അച്ചടക്കത്തിൽ വീട്ടിൽ വളർത്തി. ഒരു ദിവസം അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ ഇതാ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് വരുന്ന രംഗം കണ്ടു. അപ്പോൾ ചോദിച്ചു, ആരാണിത്? അസ്മയാണ് നബിയേ. അസ്മ എന്റെ കൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അസ്മ പറഞ്ഞു, ഇല്ല, ഞാനില്ല. അവിടത്തേക്ക് വിവാഹം ചെയ്തു കൊടുത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ വന്നിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സുബൈർ ഇബ്നു സുബൈർ റളിയല്ലാഹു ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ ഇന്ന് ഒട്ടകങ്ങൾക്ക് തീറ്റ പെറുക്കി കൊണ്ടുവരുന്ന സമയത്ത്, അതാ വീട്ടിൽ വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പ്രവാചകനായ മുഹമ്മദ് നബിയെ കണ്ടു. എന്നിട്ട് എന്റെ കൂടെ യാത്ര ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനില്ലെന്ന് മറുപടി പറഞ്ഞു ഭർത്താവേ. ആ സമയത്ത് ഉർവത്ത് ഇബ്നു സുബൈർ ചോദിച്ചു, റസൂലുള്ളാഹിയോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അത് മുതലാക്കാത്ത പെണ്ണെ, നീ എന്തൊരു നിർഭാഗ്യവശം, നീ എന്തൊരു ഹതഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറയുകയാണ്, ഭർത്താവേ, ഞാനല്ലാത്ത ഒരാളുമായി യാത്ര ചെയ്യരുതെന്നും അതുപോലെ ഒറ്റക്ക് തനിച്ചാകുന്ന രംഗം സൂക്ഷിക്കണമെന്നും എന്നോട് നിങ്ങൾ പറഞ്ഞ വസിയത്തുണ്ടല്ലോ, അത് ഞാൻ അങ്ങ് ഓർത്തുപോയി. തദക്കർതു ഗീറതക, വേറെ ഒരാളോടും പാടില്ലെന്ന് പറഞ്ഞ പട്ടികയിൽ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, അത് ഒരു നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൂടെ കൊണ്ടുപോകാൻ ചോദിച്ചതല്ല, മറിച്ചോ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ അങ്ങനെ ഒരന്യ പെണ്ണുമായി തൊടാനുള്ള ഒരു അവസരവും ഉണ്ടായിട്ടില്ല. മാ മസ്സത് യദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ ഖത്തു, സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി തങ്ങളുടെ കൈ വേറെ ഒരു പെണ്ണിന്റെ കൈ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും സ്പർശിച്ചിട്ടേ ഇല്ല. ഇത് നബി തങ്ങളുടെ ക്വാളിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരു പെണ്ണിനെ കാണുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഇടപഴകാൻ നമുക്ക് അവസരമുണ്ടാകുമ്പോ ഈ ഹദീസ് നമ്മൾ ഓർക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്യപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് അന്യപ്പെണ്ണ് തന്നെയാണ്. ഞാൻ വിവാഹം ചെയ്ത പെണ്ണിന്റെ ജ്യേഷ്ഠത്തി അന്യപ്പെണ്ണാണ്. എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം അന്യപ്പെണ്ണാണ്. എന്റെ അനുജന്റെ ഭാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം അന്യപ്പെണ്ണാണ്. ഭർത്താവ് ഗൾഫിൽ നിൽക്കുമ്പോൾ അവളെ കൊണ്ടാക്കുന്നത് അനിയനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്. ഇതൊക്കെ തെറ്റാണ്. ശരീഅത്തിൽ ഇതിനൊന്നും നിയമമില്ല. നാട്ടിൽ നടക്കുന്നത് മസാലയല്ല, ദീനിന്റെ ശരീഅത്തിന്റെ നിയമമാണ് ഞാൻ പറയുന്നത്. ജ്യേഷ്ഠൻ ഗൾഫിൽ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊണ്ടാക്കുന്നത് പ്രായപൂർത്തിയെത്തിയ അനിയനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്.
ഇതെല്ലാം ശരീഅത്തിന്റെ നിയമപ്രകാരം ഇത് തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹദിയായ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനല്ലാത്ത വേറെ ഒരാളുമായി യാത്ര പങ്കിടരുതെന്ന് നിങ്ങൾ എന്നോട് ഒന്നാമത്തെ ദിവസം കിടപ്പറയിൽ ഉപദേശിച്ചത് ഞാൻ ഓർത്തുപോയി. അതുകൊണ്ട് ആ പട്ടികയിൽ നബിതങ്ങളെ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മഹദിയായ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ടവരെ, ആ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അസ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അസ്മയോടുള്ള സ്നേഹം കൊണ്ട്, അച്ചടക്കം കൊണ്ട് പ്രിയപ്പെട്ടവരെ ചോദിച്ചു പോയി, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അന്ന് ഉർവത്ത് ഇബ്നു സുബൈർ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തയാളാണ്. അപ്പോൾ അസ്മ പറഞ്ഞു, പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ പറഞ്ഞപ്പോൾ അസ്മ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഞാനൊരു മുസ്ലിമാണ്, നിങ്ങളൊരു അവിശ്വാസിയാണ്. പ്രിയപ്പെട്ടവരെ, മാതാവും പിതാവും ലാളിച്ചു വളർത്തി ഒരു കുട്ടിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെയും നിർവഹിച്ചു കൊടുത്ത് ഉപരിപഠനത്തിന് വേണ്ടി ഏതെങ്കിലും ക്യാമ്പസിൽ പോയിട്ട് 1-2 വർഷം പഠിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഉമ്മയല്ലാതെയാക്കി, വാപ്പയല്ലാതെയാക്കി, ഏതോ ഒരു അണ്ടന്റെയോ അടകോടന്റെയോ കൂടെ മതത്തിന്റെ പേര് പോലും ഇല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത ഏതോ ഒരുത്തന്റെ കൂടെ ചാടിപ്പോകുന്ന പെൺകുട്ടികൾ, പ്രിയപ്പെട്ടവരെ ഇത് ശ്രദ്ധിക്കണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊരു ഉപദേശമുണ്ട്. നിങ്ങൾ എൻ്റെ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് പ്രിയപ്പെട്ടവരെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഉപദേശിക്കുകയാണ്. ലൗഹ് ജിഹാദാണെന്ന് പറയണ്ട. ഇത് കേവലം പ്രിയപ്പെട്ടവരെ ഒരു കല്യാണത്തിന് വേണ്ടി മതം മാറിയ കഥയല്ല. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് തലമുണ്ടനം ചെയ്തിട്ട് സ്വഹാബത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള ആ മുടി ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവിടത്തെ വഫാത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ തന്റെ കണ്ണിൽ വെച്ചുകൊണ്ട് കരയുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഈ മുടിയുടെ പവിത്രത കൊണ്ട്, റബ്ബേ എന്റെ കണ്ണിനെ കാക്കണം, എന്റെ ശരീരത്തെ കാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കരഞ്ഞ രംഗം കണ്ടിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും പ്രിയപ്പെട്ടവരെ അന്താളിച്ചു പോയിട്ടുണ്ട്. അത്രയും വലിയ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരികയാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണെന്നറിയാമോ? വശ്യമായ പെരുമാറ്റത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, വലിയ വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകൾക്ക് ഇന്ന് നമ്മൾ സറത്താൻ എന്ന് പറയുന്ന ക്യാൻസർ രോഗം, പഴയ കാലത്ത് അതിന് ആക്കിലത്ത് എന്നാണ് പറയാ. ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്നുന്ന രോഗം. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ കാലത്തുണ്ട്. പക്ഷേ ഇന്ന് അതിന്റെ പേര് സറത്താൻ എന്നാണ്. ഞണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വേരിന്റെ പിടുത്തവും അത് മനുഷ്യനിൽ വരുത്തുന്ന സ്വാധീനവും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മോഡേൺ അറബി അതിന് സറത്താൻ എന്ന് പേരിട്ടത്. പഴയ കാലത്ത് പ്രിയപ്പെട്ടവരെ അതിന് കാണുന്ന പേര് ആഖിലത്ത് എന്നാണ്. മനുഷ്യനെ തിന്നു തീർക്കുന്ന രോഗം. ഇത് പിടിപെട്ടുപോയി ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്ന അടിമകളെ നോക്കിയിട്ട് നമ്മൾ അവര് നിന്യരാണെന്നോ നിസ്സാരക്കാരാണെന്നോ വിലയിരുത്താൻ പാടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ സ്വാലിഹായി ജീവിച്ച പല ആളുകളും മരണപ്പെടുന്ന സമയത്ത് വല്ലാത്ത വിഷമമുണ്ടാകും. അവരെ കണ്ടിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകും, എങ്ങനെ ജീവിച്ച ആളായിരുന്നു, പക്ഷെ മരിച്ചപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടായി പോയി. അള്ളാഹു അയാൾക്ക് നല്ല പോലെ കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. മറിച്ചുള്ള വായന തെറ്റാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ കണ്ട ലോകത്തെ ഏറ്റവും വലിയ മരണവേദന അനുഭവിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ വിഷമം കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന പരീക്ഷണം അത് അദ്ദേഹത്തിന്റെ തെറ്റുകൊണ്ടാണെന്ന് ചിന്തിച്ചു പോകാൻ പാടില്ല. തെറ്റിന് പരീക്ഷണത്തിന് 3 മാനദണ്ഡമുണ്ട്. ഒന്ന്, അയാൾ ചെയ്ത തെറ്റാണ്, അത് ദുന്യാവിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയാൻ കൊടുക്കുന്ന പരീക്ഷണമാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം, അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന പരീക്ഷണം അത് 3 നിലയിലാകാം. ഒന്ന്, അയാൾ ചെയ്ത തെറ്റ് കാരണമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആ മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒന്ന് ആഖിറത്തിൽ ദറജ ഉയർത്താനുള്ളതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ പരീക്ഷിക്കപ്പെടുമ്പോ കൈയില്ലാത്ത മനുഷ്യനെ കാണുമ്പോ നമ്മൾ കളിയാക്കും, കാലില്ലാത്ത മനുഷ്യനെ കാണുമ്പോ നമ്മൾ കളിയാക്കും. പക്ഷെ ആ കാലും കയ്യും എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന് കൈ കൊടുക്കാത്തതിന്റെ കാര്യം, അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നെങ്കിൽ അയാൾ മോഷണം നടത്തും, അയാൾ പല ആളുകളെയും അടിക്കും, പല ആളുകളെയും ഉപദ്രവിക്കാൻ ആ കൈ ഉപയോഗപ്പെടുത്തും. അത് അദ്ദേഹത്തിന് ആഖിറം നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഖിറം നഷ്ടപ്പെടരുതെന്ന് ചിന്തിച്ചിട്ട് ഈ ദുന്യാവിൽ കൊടുത്ത പരീക്ഷണമാണ് കൈയില്ലാത്തതിന്റെ കാരണമെന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ആരും ചിന്തിച്ചു പോകണ്ട. നമ്മൾ പരീക്ഷണം വരുമ്പോ നമ്മൾ വിചാരിക്കും, പടച്ചോനെ ഈ ദുന്യാവിൽ എത്ര മനുഷ്യന്മാരുണ്ട്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താൻ അള്ളാഹ്ക്ക് കിട്ടിയ ഒരാൾ ഇപ്പൊ ഞാനാണോ? അങ്ങനെ ചിന്തിക്കരുത്. ആരാണ് പരീക്ഷണത്തിന് അടിമപ്പെട്ടത്? ഉർവത്ത് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ വല്ലാതെ ക്ഷമിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത് മുറിച്ചു മാറ്റാൻ സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വഷളായ അവസ്ഥയിലെത്തിയപ്പോൾ ആരാണ് ഉർവത്ത് ഇബ്നു സുബൈർ എന്ന് മനസ്സിലാക്കണം. ഒരാഴ്ച കൊണ്ട് അല്ല 4 ദിവസം കൊണ്ട് ഒരു ഖത്മ തീർക്കുന്ന മഹാനാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. രാത്രിയിൽ നിസ്കാരവും പകൽ നോമ്പും അനുഷ്ഠിക്കുന്ന സ്വഹാബിയാണ്, പ്രഗൽഭനായ സ്വഹാബിയാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവരാണ് പ്രിയപ്പെട്ടവരെ അജബൻ ലിഅംറിൽ മുഅ്മിൻ. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. മുഅ്മിനായ മനുഷ്യന് പരീക്ഷണമുണ്ടായാൽ അതിൽ ക്ഷമിക്കുന്നു, അവന് കൂലിയാണ്. ഒരു മനുഷ്യന് നിഅമത്തേറ്റി കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ ചൊല്ലുന്നു, അതും അവന് പ്രതിഫലാർഹമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, മഹാനവറുകൾ പറയുകയാണ്, അങ്ങനെ ഇതാ വലിയ വിഷമത്തിൽ കഴിഞ്ഞു. തന്റെ രോഗം മൂർച്ഛിച്ചു വന്നപ്പോൾ കാല് മുറിക്കാൻ തീരുമാനമായി. തുടക്കാണ് അവിടുന്ന് ക്യാൻസർ വന്നത്. അങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ ഓപ്പറേഷൻ വിധേയനായി കിടക്കുന്ന മഹാനവറുകളോട് ഡോക്ടർ പറഞ്ഞു, ഒരല്പസമയത്തേക്ക് നിങ്ങളുടെ ബോധമൊന്ന് കെട്ടുപോകാൻ നിങ്ങളൊരൽപ്പം കള്ളു കുടിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കള്ളിനോട് വിട ചൊല്ലിയ മുസൽമാനെ കള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് എന്റെ കാല് മുറിക്കൽ നിർബന്ധമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ എന്റെ കാല് ട്രീറ്റ്മെന്റ് ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിസ്കരിക്കാൻ നിന്ന മഹാനവറുകളുടെ കാല് മുറിച്ചു മാറ്റിയിട്ട് രക്തം നിൽക്കാൻ വേണ്ടി ചുടുവെള്ളത്തിൽ ആ കാലൊന്ന് കുത്തിയപ്പോഴാണ് അതിന്റെ വേദന കൊണ്ട് മഹാനവറുകൾ നിസ്കാരത്തിൽ അറിഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തോ ഒരു വിഷമമുള്ള രംഗമായിരുന്നു. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച മഹാൻ അവിടുന്ന് റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, നീ എനിക്ക് നൽകിയ ബുദ്ധി ഒരു രോഗത്തിന്റെ പേരിൽ ഞാൻ പണയപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരിക്കലും എന്നെ കള്ളു കുടിക്കാൻ നിർബന്ധിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് നിന്ന
ഉർവത്ത് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റിയപ്പോൾ പ്രിയപ്പെട്ടവരെ തന്റെ ബോധരഹിതനായി മഹാനവറുകൾ കിടക്കുകയാണ്. കാല് രക്തത്തിൽ മുക്കിയപ്പോഴാണ്, ചുടുവെള്ളത്തിൽ മുക്കിയപ്പോഴാണ് രക്തം നിന്നത്. പഴയ കാലത്തുള്ള നിയമങ്ങൾ അങ്ങനെയൊക്കെയാണ്. രക്തം നിൽക്കാൻ മുറിവായ സ്ഥലത്ത് ചുടുവെള്ളം ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ മഹാനവറുകൾ ബോധരഹിതനായി വീണു. തന്റെ ബോധക്കേടിൽ കിടക്കുമ്പോഴാണ് അള്ളാഹു അടുത്ത പരീക്ഷണം കൊടുക്കുന്നത്. തന്റെ മകൻ കുതിരപ്പുറത്ത് നിന്ന് വീണ് പ്രിയപ്പെട്ടവരെ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഹമ്മദ് ഇബ്നു ഉർവ എന്ന് പറയുന്ന ചെറിയ ബാലൻ പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. ജനാസ ഇവിടെ കിടക്കുകയാണ്. ഒരു ഭാഗത്ത് ഉർവ കിടക്കുകയാണ് ബോധക്കേട് കൊണ്ട്. ആ ഉർവ ബോധരഹിതനായി കിടക്കുന്ന ഉർവ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് തെളിഞ്ഞു വരുമ്പോൾ എന്ത് വിവരമാണ് പറഞ്ഞു കൊടുക്കുക എന്നറിയാതെ വിഷമിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ബോധരഹിതനായി മഹാനവറുകൾ കിടന്ന് അതിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യമായി കേൾക്കുന്നു, അല്ലാഹുവിന്റെ പരീക്ഷണം നിങ്ങളെ പിടികൂടിയിരിക്കുകയാണ്. എന്താണ് പരീക്ഷണം? നിങ്ങളുടെ മകൻ മുഹമ്മദ് ലോകത്തോട് വിട പറഞ്ഞു പോയെന്ന വിവരം പ്രിയപ്പെട്ടവരെ മഹാനവറുകൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഹുവൽ അവ്വലു വൽ ആഖിർ അൽഹംദുലില്ലാഹി ളാഹിറൻ വ ബാത്തിനാ. അല്ലാഹുവേ നിനക്കാണ് സ്തുതി. കൂടെയുള്ളവർ ചോദിച്ചു, മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ല ചൊല്ലാൻ മാത്രം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചു പോയത്? പ്രിയപ്പെട്ടവരെ, ഉർവത്ത് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് 4 മക്കളെ തന്നില്ലേ, അതിലൊരു മകനെയല്ലേ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയത്. ബാക്കിയുള്ള 3 മകനും ഇവിടെ ബാക്കിയുണ്ട്. അത് എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ കാല് പൂർണ്ണമായും മുറിക്കപ്പെട്ടു എന്ന് മഹാനവറുകളോട് രണ്ടാമതായി പറഞ്ഞപ്പോൾ അപ്പോഴും ചൊല്ലി അൽഹംദുലില്ലാഹ്. എന്താണ് അൽഹംദുലില്ലാ ചൊല്ലാനുള്ള കാരണം? 4 അവയവം കൈയും കാലുമായി അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു അവയവം മാത്രമാണ് അല്ലാഹു തആല തിരിച്ചെടുത്തത്. ബാക്കിയുള്ള 3ഉം ഇനി എനിക്ക് ഉപകരിക്കാനുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അൽഹംദുലില്ലാ എന്ന് ഞാൻ ചൊല്ലിപ്പോയതെന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് മഹാന്മാരായ സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യായ ശാസ്ത്രം അങ്ങേയറ്റം അങ്ങ് ഉൾക്കൊണ്ടുപോയപ്പോൾ എന്തും ക്ഷമിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 40 കുട്ടികളെ അല്ലാഹു തആല കൊടുത്തിട്ട് 28 പേരും പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയി. 40 കുട്ടികളെ കൊടുത്തു. 4 ഭാര്യമാരിൽ 40 കുട്ടികളെ അല്ലാഹു തആല നൽകിയിട്ട് 28 കുട്ടികളെയും അല്ലാഹു തആല തിരിച്ചെടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, യാതൊരു വിഷമവുമില്ലാതെ മഹാനവറുകൾ ആ പരീക്ഷണത്തിന് വിധേയനാവുകയായിരുന്നു. ഒരു തുള്ളി കണ്ണുനീര് പോലും ഒരു കുട്ടിയുടെ വിയോഗത്തിൽ മഹാനവറുകൾക്കുണ്ടായില്ല. കൂടെയുള്ളവർ ചോദിച്ചു, ശൈഖ് എങ്ങനെയുണ്ട് ഒരു ബാപ്പ ഇത്രയും കുട്ടികൾ മരണപ്പെട്ടു പോകുമ്പോൾ? അപ്പോൾ അവിടുന്ന് നൽകിയത് അത് പ്രതിഷേധമാണ്. ബാക്കിയുള്ള കുട്ടികളെ നിലനിർത്തിയതിൽ ഞാൻ പ്രതിഷേധിക്കുന്നവനായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര കുട്ടികളെ തന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെ ഇവിടെ നിലനിർത്തിയല്ലോ. എല്ലാം അവന് നൽകിയതാണ്. നൽകിയത് കൊണ്ടല്ലേ തിരിച്ചു കൊണ്ടുപോകാനുണ്ടായത്. അവൻ തന്നതിൽ ചിലത് ഇവിടെ അവശേഷിപ്പിച്ച് അവൻ ആവശ്യമുള്ളത് അവൻ തിരിച്ചു കൊണ്ടുപോയെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ വിശ്വാസിയാണെന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരീക്ഷണങ്ങൾ ഓരോരോ ഘട്ടങ്ങളിലും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ പ്രിയപ്പെട്ടവരെ അതിലൊന്നും അക്ഷമ കാണിക്കാൻ പാടില്ല.
ഈ ഐഹികമായ ലോകത്ത് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അതെല്ലാം സുസ്മേരവധനായി അല്ലാഹുവിൽ നിന്ന് എനിക്ക് എന്റെ ദറജ ഉയർത്താനും പാപങ്ങൾ പൊറുക്കാനും ആഖിറത്തിൽ പുരോഗതി ഉണ്ടാകാനുമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിക്ക് പരീക്ഷണത്തിൽ പ്രിയപ്പെട്ടവരെ ആശങ്കയില്ല. ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റുവാങ്ങിയത് മഹാന്മാരായ അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റുവാങ്ങിയത് ഞാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അമ്മാദ് റളിയല്ലാഹു അൻഹു കഅബയുടെ മുറ്റത്തിരുന്ന് കരയുകയാണ്. എന്തിനാണ് അമ്മാറെ കരയുന്നത്? അവിടെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മറ്റു സഹാബികൾ അവിടുത്തെ ഷർട്ട് അഴിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അമ്മാറിന്റെ മുതുകിൽ തോലില്ല നബിയെ, ശത്രുക്കൾ അവിടുന്ന് അതാ നിലത്തിലൂടെ ചരൽ ഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയ പാടാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ടവരെ ബോധിപ്പിച്ചപ്പോൾ അവിടുന്ന് ചോദിച്ച ഒരു വാക്യമുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. സമൂഹത്തെ സമുദ്ധരിച്ച് വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യഭിചാരത്തിനെതിരെ അന്നത്തെ രാജാവ് വ്യഭിചരിച്ചപ്പോൾ ആ വ്യഭിചാരത്തിനെതിരെ വയല് പറഞ്ഞതിന്റെ പേരിൽ പട്ടാളക്കാരെ വിട്ട് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് ഓടി ഒളിച്ചു. ഓടി എത്തിയപ്പോൾ ഒരു മരത്തിന്റെ മറവിലെത്തി. ആ മറവങ്ങ് പിളർന്നു കൊടുത്തു. സക്കരിയ നബി അതിന്റെ ഉള്ളിൽ കയറി. ശത്രുക്കൾ എവിടെയാണ് സക്കരിയ എന്ന് കാണാതെ ആയപ്പോൾ പ്രിയപ്പെട്ടവരെ ആ മരമങ്ങ് മുറിച്ചു കളഞ്ഞു. പക്ഷേ അവിടെ സക്കരിയില്ല. പിന്നീട് മറ്റേ ഭാഗവും മുറിച്ചു കളഞ്ഞു. അവിടെയും സക്കരിയ നബി അലൈഹിസ്സലാം ഇല്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് ആ മരക്കഷ്ണം ഒരു വാളിനിരയാക്കി 2 കഷ്ണമായി ഭേദിച്ചപ്പോൾ മൂർധാവ് മുതൽ കാൽപാടം വരെ 2 കഷ്ണമായി പിളർന്നു വന്ന പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാം എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പ്രിയപ്പെട്ടവരെ പഴയകാലത്തെ പ്രവാചകൻ അനുഭവിച്ച പീഡനവും വിഷമവും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എത്ര വിഷമങ്ങളാണ്! അതെല്ലാം പ്രിയപ്പെട്ടവരെ അവിടത്തേക്ക് ഗുണമായിട്ടേ ഉള്ളൂ. ഹുദൈബിയ സന്ധി എത്ര വിഷമം സഹിച്ച രംഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തിട്ട് ഒന്ന് ഉംറ ചെയ്യണമെന്ന അല്ലാഹുവിന്റെ ഇൽഹാം വഹിയ പ്രകാരം പ്രിയപ്പെട്ടവരെ തിരിച്ചു വരികയാണ്. സ്വഹാബത്തിനെയും കൂട്ടി 6 വർഷം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മക്കത്ത് വെച്ച് അവരെ തടയപ്പെടുകയാണ്. നേരെ മക്കയെ കഅബാലയത്തെ കാണുകയാണ്. പക്ഷെ ഉംറ ചെയ്യാൻ അനുമതിയില്ല. കാരണം അവിടുത്തെ കിങ്കരന്മാർ ഖുറൈശി പടയാളികൾ പ്രിയപ്പെട്ടവരെ അതിനെ വിസമ്മതിക്കുകയാണ്. നിർവാഹം ഉണ്ടായില്ല. അവരൊരു കരാർ എഴുതാൻ തീരുമാനിച്ചു. 10 വർഷക്കാലം ഞങ്ങളും നിങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാവുകയില്ല എന്ന് കരാർ എഴുതണം. ഇപ്പോൾ കരാർ എഴുതണം. എന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോകണം. 3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. എന്നാൽ നിങ്ങൾക്ക് ഉംറ ചെയ്യാം. ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇപ്പോഴത്തെ വാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ സമ്മതിച്ചു. കരാർ എഴുതാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആദ്യത്തിൽ എഴുതിയപ്പോൾ അവർ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാരുടെ പേരാണ്? ആദ്യം ഇത് വെട്ടണം. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിയാൽ അതിൽ ഞങ്ങൾ അംഗീകരിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കരാർ? അതുകൊണ്ട് നീ റസൂലാണെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആദ്യം ഇത് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാർ എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ അവിടുന്ന് വെട്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാണത് വെട്ടുന്നത്? ബിസ്മി വെട്ടിക്കളയാനോ? മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പേര് വെട്ടിക്കളയാനോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ആരാണ് വെട്ടാൻ പറഞ്ഞത്? സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്നയാളായിരുന്നു വെട്ടാൻ പറഞ്ഞത്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. ആ സുഹൈലിന്റെ
പ്രവർത്തനം കണ്ടിട്ട് ബദറിൽ പ്രിയപ്പെട്ടവരെ അടിമയായി കൊണ്ടുവന്ന് യുദ്ധത്തടവുകാരനായി കഴിഞ്ഞ സുഹൈലിന്റെ ചില വാക്കുകൾ കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ സുഹൈലിന്റെ മുമ്പിലെ 2 പല്ലും ഞാൻ തട്ടിക്കളയും, എനിക്ക് നബി തങ്ങളുടെ സമ്മതമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ വരാനുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ വ്യവസ്ഥ എഴുതുമ്പോൾ ചോദിക്കുകയാണ്, നബിയെ, ഇദ്ദേഹത്തിൽ നിന്നാണോ നമുക്ക് ഇനി സന്തോഷം ലഭിക്കാനുള്ളത്? സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്നയാളാണ് ബിസ്മി വേണ്ട എന്ന് വെച്ചതും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വാക്യം വെട്ടണമെന്ന് നിർദ്ദേശിച്ചതും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറയും, നമുക്ക് അംഗീകരിക്കാം. അടുത്ത അവരുടെ ഡിമാൻഡ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഉംറയ്ക്ക് വരേണ്ടത്. 3 ദിവസം കൊണ്ട് മക്കയിൽ നിന്ന് നിങ്ങൾ തടികാലിയാക്കണം. പോകാനും വരാനും നിൽക്കാനും യാത്ര കെട്ടാനും എല്ലാത്തിനും കൂടി 3 ദിവസം. അതിനുശേഷം മക്കയിൽ പിന്നെ കണ്ടുപോകരുത്. അഥവാ ഒരു മക്കക്കാരൻ നിങ്ങളെ നാട്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തെ മാന്യമായി തിരിച്ചുവിടണം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ നിങ്ങളെ നാട്ടിലേക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ മാന്യമായി തിരിച്ചയക്കണം. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വിടണമെന്ന ഒരു നിർബന്ധവും നിയമവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അതെ, എന്നാൽ അതും അംഗീകരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നബിയേ, നമ്മൾ എന്തിനാണ് ഇത്രയേറെ താന്നു കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് നിന്യരാകുന്നത്, നിസ്സാരക്കാരാകുന്നത്? നമ്മൾ അംഗീകരിച്ച മതം സത്യം തന്നെയല്ലേ നബിയേ? ബലായ ഉമർ, അതെ. എന്താ ഉമറെ, സംശയമുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ, നമ്മളിൽ നിന്നൊരാൾ കൊല്ലപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലല്ലയോ? അവരിൽ നിന്നൊരാൾ കൊല്ലപ്പെട്ടാൽ നരകത്തിലല്ലയോ? അതേ ബലായ ഉമർ, എന്നിട്ട് പിന്നെ എന്തിനാണ് നബിയെ നമ്മൾ യുദ്ധത്തെ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറെ ക്ഷമിക്കണം, ഉമറെ ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 9 വർഷം കഴിഞ്ഞ് റസൂലുള്ള മദീനയിൽ നിന്ന് പിന്നെ മക്കയിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വലിയ സന്നാഹമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോഴേക്ക് മക്കം ഫത്ഹായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുറൈശികൾ ഇളിമ്പ്യരായിരിക്കുകയാണ്. യുദ്ധത്തിലൂടെ പലരും മരണപ്പെട്ടു പോയിരിക്കുകയാണ്. പല ആളുകളും ഇസ്ലാം പുൽകാൻ നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അതിൽപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ടവരെ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു.